അങ്ങനെ ഒരുപാട് കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ ട്രാവലിംഗ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് പിന്നെ ബാഗൊക്കെ പാക്കാക്കി പിന്നെ ട്രാവലിംഗ് പോകാനുള്ള ഒരു വീഡിയോ ഒക്കെ റെഡിയാക്കി. അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ പോകാൻ ടൈമായപ്പോൾ ഒരു പടക്കം പൊട്ടിക്കൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും കയറി പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എടുത്തു. അപ്പോൾ അവന്മാർ പറഞ്ഞു പടക്കം മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ അതെന്താ നോക്കുമ്പോഴാണ് സാധനം മനസ്സിലാവുന്നത്. അവന്മാരൊക്കെ കുറച്ച് സ്നാക്സും മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചൂസ് സ്പോൺസർ ചെയ്ത കുറച്ച് കപ്പലണ്ടി പിന്നെ എള്ളുണ്ടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയും പോകാൻ ടൈമായപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൽ നല്ലൊന്ന് ഫോട്ടോസൊന്നും നോക്കിയാൽ സ്റ്റോറി ഇടെല്ലാം കഴിഞ്ഞ് പിന്നെ യാത്ര അയക്കാൻ അത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ സ്കൂട്ടിമ്മ പോന്നു. പിന്നെ ബാക്കിയുള്ളവന്മാരൊക്കെ പാടെ കൂടി ഓട്ടോറിക്ഷയിലും പോന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ട്രെയിൻ വരുവോളം കാത്തിരുന്ന് എല്ലാവരും എന്നെ പറഞ്ഞേക്കാൻ ടൈമായപ്പോൾ ടാറ്റയും പറഞ്ഞ് ഞാനും പോയി. അങ്ങനെ യാത്രയുടെ തുടക്കം തന്നെ മൂഞ്ചലായിരുന്നു. ഈ 10-25 കിലോ ഉള്ള വെയിറ്റും തൂക്കി ഇരിക്കാനും സീറ്റില്ലാണ്ട് ഒരേ നൃത്തം. പിന്നെ അങ്ങനെ കുറേ നേരം നിന്ന് രാവിലെ ആയേക്ക് പിന്നെ ഒരു സീറ്റ് കിട്ടിയൊക്കെ ഒന്നുമില്ല. പിന്നെ സൈഡ് വിൻഡോയിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞേക്കുണ്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പത്തേക്ക് 2, 3, 4, 5 കൂട്ടുകാരികൾ കയറി. അതിനുശേഷം വളരെ അടിപൊളിയായിരുന്നു. കാരണം അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഒരുപാട് അങ്ങനെ സംസാരിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കണതിൻ്റെ അവരോട് ചോദിച്ച് നിങ്ങളെവിടെ ഉള്ളതാണെന്നൊക്കെ. അപ്പോൾ അവർ എറണാകുളത്തുള്ളതാണ്, അവർ തെലങ്കാനയിൽ പഠിക്കുന്നത്, അവിടെ മെഡിക്കൽ സ്റ്റുഡൻസാണ്. അപ്പോൾ ഏതൊരു ഏജൻറ്റ് വഴി അങ്ങോട്ട് വന്നതാണ്. പൈസ കൊടുത്തത് അവർക്ക് റീഫണ്ട് അടിക്കാനും പാകില്ല. അതുകൊണ്ട് 5 പാവങ്ങൾ അവിടെ പെട്ട്. പിന്നെ അവരുടെ ഫുഡൊക്കെ എടുത്തത് ഷെയർ ചെയ്ത് കഴിച്ച് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇത്രയും ബുദ്ധിയുള്ള ഭായിമാരുണ്ട് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭായിമാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ കുത്തിവെച്ചതാണ്. നോക്കി ആ കാഴ്ചയോട് കൂടി ഞങ്ങളൊക്കെ വീണ്ടും കിടന്നുറങ്ങാൻ നോക്കി. പിന്നെ നേരം വെളുത്തതും ഓപ്പോസിറ്റ് ട്രെയിനിൻ്റെ ശബ്ദം കേട്ടാണ് എണീക്കുന്നത്. അപ്പം മനസ്സിലായി സൂര്യൻ ഉദിച്ചെന്ന്. പിന്നെ സൂര്യൻ്റെ ഉദയവും അവരുടെ പോക്കും ഒരുമിച്ചാവുന്നതുകൊണ്ട് പിന്നെ അവരുടെ അടുത്തെല്ലാം കയ്യും കൊടുത്ത് ടാറ്റയും പറഞ്ഞ് അവരെ പറഞ്ഞേക്കാൻ ടൈമിൽ എനിക്കൊരു ലൈസും തന്ന്. പിന്നെ പോണതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്തിട്ടോ ഒന്ന് നോക്കി. 5 നല്ല കുട്ടികൾ, കൊള്ളാം, നല്ല സ്വഭാവമുള്ളവരാ. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്, പല്ല് തേക്കണ്ടായിരുന്നു. അങ്ങനെ പല്ല് തേക്കാൻ വേണ്ടി പോണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടോക്കി. യുദ്ധത്തിന് പോണ മാതിരി. എന്തൊരവസ്ഥയാണിത്, വല്ലാത്ത ജാതി. അതും കഴിഞ്ഞ് സമാധാനത്തോടെ പല്ലേപ്പും കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നെത്തണമല്ലോ എന്ന് ആലോചിച്ചേക്ക് പല്ല് തേക്കണ്ടിരുന്നില്ല എന്ന് തോന്നി. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറിനെ പോലെ കുറേ നേരം ആലോചിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരുന്ന് പിന്നെന്താ കടലും ചായയൊക്കെ കുടിച്ച് നോക്കിയപ്പോൾ എന്താ വെപ്പ്. അവൻ്റെ വെപ്പൊക്കെ കണ്ടറിയാം 100% പ്രൊഫഷണലാണെന്ന്. പിന്നെ കുറേ കച്ചവടക്കാരായിരുന്നു. ഒന്ന് തീരുമ്പോൾ ഒന്ന്, അതും തീരുമ്പോൾ വേറൊന്ന്. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കച്ചവടത്തിനൊക്കെ ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം, ട്രെയിന്. ഇവിടെ എന്തും പോവും. അങ്ങനെ കച്ചവടക്കാർ പോയപ്പോൾ പുറത്ത് നല്ലൊരു കാഴ്ച, അതും വീഡിയോ എടുത്ത്. പിന്നെ വിജയവാഡ എത്തിയേക്കാണ് ഒരു ബോട്ടിലിന് 14 റുപ്യ MRP ഉള്ള ബോട്ടിലിന് 20 റുപ്യാണ് അവർ വാങ്ങുന്നത്. കാരണം തണുപ്പുള്ളതുകൊണ്ട് അത്ര തർക്കിക്കാനൊന്നും നിന്നില്ല. നമ്മൾ സാധനം വാങ്ങി, കാരണം നമ്മൾ അത്യാവശ്യക്കാരനായിരുന്നു. വെള്ളം വാങ്ങി തിരിഞ്ഞപ്പോഴേക്കുതാ ഇവിടെ കുറേ എണ്ണം വാഴ വെട്ടിയിട്ട മാതിരി കിടക്കുന്നത്. പിന്നെ എന്ത് പറയാനാ, പിന്നെയും പുറത്തോട്ട് നോക്കിയിരിക്കുക, വേറെ വഴിയൊന്നുമില്ലല്ലോ. മിണ്ടാനും ആരുമില്ല, പറയാനും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിപ്പായി. അങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ചേച്ചി തന്നെ എത്ര മനോഹരമായിട്ട് പാടുന്നത് ഞാൻ വീഡിയോ എടുത്തേക്ക് എൻ്റെ നേരെ നോക്കി ചിരി, പിന്നെ റിയാക്ഷനും. വളരെ മനോഹരമായ കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിലും ഭീകരത വളർത്തുന്ന ഒരു ചേച്ചി വന്നു. പിന്നെ കുറേ നേരം പുറത്തൊക്കെ നോക്കിയിരുന്നപ്പോഴേക്കും അകത്ത് തല്ലായി. അങ്ങട്ടടി ഇങ്ങട്ടടി വർത്തമാനം പറച്ചിൽ. ഇവർ ചറപറ എന്ന് പറയുന്നേ നമുക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. ഈ ബായ്, ഞാൻ ഈ തോളത്ത് കൈ കിട്ടുന്ന ബായ്, ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവൻ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഞാൻ പോലും അറിഞ്ഞില്ല അവനൊരു കൊപ്പക്കാരനാണെന്ന്. അവൻ്റെ നാട്ടിലോട്ട് പോവുകയെന്ന് ഉത്തർപ്രദേശ്. അങ്ങനെ കുറേ നേരം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ സംസാരിച്ച് അങ്ങനെ കമ്പനി ആയപ്പോൾ അവൻ പറഞ്ഞ് കൊപ്പത്ത് ഉണ്ടായിരുന്നു, കൊപ്പത്ത് വർക്ക് ചെയ്യുകയാണെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എടാ ഇത്ര നേരം ഉണ്ടായിട്ടാണ് അതിൻ്റെ അടുത്ത് മുണ്ടാണ്ടിരുന്നത്. ഞാൻ എത്ര നേരം ഞാൻ പട്ടിപ്പോസ്റ്റായിരുന്നു എന്ന്. പിന്നെ അവൻ്റെ അടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്
അപ്പോഴാണ് അവൻ്റെ കഥ അറിയുന്നത്. അവന് 3 ഗേൾ ഫ്രണ്ട് ഉണ്ട് ഇത്രേ. അത് 3 ആൾക്കും 3 ആളുണ്ടെന്ന് അറിയില്ല. അതിൽ ഒരുത്തിനെ അവൻ കല്യാണം കഴിച്ചിരിക്കണ്. അതെങ്ങനെ ഇവൻ്റെ അച്ഛനും അമ്മയും അറിയാണ്ട്. ചെറിയ പുള്ളിയൊന്നല്ല, വലിയ പുള്ളിയാണ്. സമ്മതിച്ചേ പറ്റുമോ അവനൊക്കെ. അപ്പം ശരി കേട്ടാ, അത്രേ ഉള്ളൂ.